ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് പോകാൻ പോകുന്നത് വേറൊന്നുമില്ല, ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടിനാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയപ്പോൾ തന്നെ 5:52 6 മണിയോടെ അടുത്ത്. റെയിൽവേ ആണെങ്കിൽ ക്ലോസ് പറഞ്ഞു, അപ്പോൾ കുറച്ചും കൂടി ലേറ്റായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ കട്ടുള്ള റോഡായിരുന്നു. അവിടെ നിന്ന് തുറവൂർ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. തുറവൂരിൽ നിന്ന് പടിഞ്ഞാട്ടുള്ള വഴിയാണ് പോകുന്നത്, ചാവടി റൂട്ട്. അപ്പോൾ ആ വഴി വന്നപ്പോൾ നല്ലൊരു മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ അവിടെ കുറച്ച് ദേശാടന പക്ഷി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോണിൽ സൂം ചെയ്ത് കാണിക്കാൻ പറ്റിയ 2 കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നല്ല മനോഹരമായ ഒരു സ്പോട്ടുണ്ട് ഇതിലൊക്കെ. അവിടെ നിന്ന് നമ്മൾ ഒരു 15 മിനിറ്റ് കൊണ്ട് സ്പോട്ടിലെത്തി. ഇതാണ് അന്ധകാരനടി ബീച്ച്. ആ പള്ളിത്തോട് വഴി വരുമ്പോൾ, ചെല്ലാനം പള്ളിത്തോട് വഴി വരുമ്പോഴുള്ള ബ്രിഡ്ജാണ്. അവിടെ എത്തുമ്പോഴുള്ള ബ്രിഡ്ജാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് പഴയ പാലമാണ്. ഇപ്പം ഇത് പുതിയതായിട്ട് വന്നതാണ്. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലം വ്യൂ ആയിരുന്നു കേട്ടോ. കുറച്ച് മനോഹരമായ ഒരു വ്യൂ തന്നെയായിരുന്നു. കുറച്ച് ബോട്ടൊക്കെ അവിടെ കിടക്കുന്നു. ബോട്ടല്ല, വള്ളം. ഒരു ചേട്ടൻ വീശിയിട്ട് വന്നത് കേട്ടോ. നമുക്ക് അപ്പുറത്തെ ബ്രിഡ്ജിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ അപ്പുറത്തെ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ആദ്യം നിന്ന് ബ്രിഡ്ജ് കാണാൻ പറ്റും, കണ്ടോ? അപ്പുറത്തെ സൈഡിലുണ്ട്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. അപ്പോൾ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ലേലം വിളിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെ കുറേ മീനുകളും ഞണ്ടുകളും ചെമ്മീനും അങ്ങനെ കുറേ നമുക്ക് കഴിക്കാൻ പറ്റിയ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നേരെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട്. ബീച്ചിൽ നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷനിൽ വന്നപ്പോൾ അവിടെ മൊത്തം വെള്ളമായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ കടലെടുത്ത് പോയി. അപ്പോൾ അപ്പുറത്ത് കുറച്ച് മണ്ണുള്ള കാരണം അങ്ങാട് പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങാട് പോകുന്ന വഴി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്നില്ലേ, അവിടെയാണ്. അവിടെ കുറച്ച് ചേട്ടന്മാർ ഇത്തിലൊക്കെ കയറ്റുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം സ്ലോ മൂവിൽ. ആ വഴി നടക്കുന്ന നേരെ കയറുന്നത് ഇത് കണ്ടതേ. ഈ സ്പോട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തുടക്കത്തിൽ വന്നില്ല. അവിടെ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടി ഇടവഴിയുണ്ട്. ആ വഴി കയറി നേരെ വരുന്ന വഴിക്ക് കണ്ടത് കാഴ്ച കണ്ടിരുന്നു. ഒരു ഈ ട്രോളിയിൽ ഇത്തില കൊണ്ടുവരാം. അപ്പോൾ ഒരു ചെറിയ ചട്ടിക്ക് ഇവർ 50 രൂപയാണ് പറഞ്ഞത് കേട്ടോ. ഒരു ചട്ടിക്ക് അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. ഇത് കടലിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, ഇവിടെ കൂന പോലെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം ഇത്തിലാണ്. ഒരുപാടുണ്ടായിരുന്നു അവിടെ കൂന പോലെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കൂട്ടിയിട്ടാണ്. കണ്ടോ? അത് റൈറ്റ് സൈഡിൽ ഒരു ഇത്തിലിൻ്റെ വേണ്ടി നമ്മുടെ വള്ളം വെച്ചിട്ടുണ്ട്. ഒരു നീലക്കല്ല് ചെറിയ വള്ളം കണ്ടില്ലേ, അത് നമ്മൾ ഇതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന വള്ളമുണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയൊക്കെ ബീച്ചിൽ ഇങ്ങനെ തിരടിച്ച് കയറുന്നതൊക്കെ മൊത്തം ഇത്തിലായിരുന്നു കേട്ടോ. ഒരു ചേച്ചി കുറച്ചങ്ങനെ ഇറങ്ങി ഭാരിക്കൊണ്ട് പോകുന്ന സീനുണ്ടാക്കാണ്. ഇത് കൂന പോലെ കുറേ ഉണ്ട് അവിടെ. ഇവിടെ വെള്ളത്തിലും കുറേ ഉണ്ട് ഇത്തില്. അടിച്ച് ഇത്തിരി കയറി തന്നെ നമുക്ക് നല്ല നല്ല ഇത്തിരി ഇവിടെ തന്നെ പെറുക്കിയെടുക്കാൻ കഴിയും കേട്ടോ. നല്ല മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ അവിടെ വെച്ച്. അപ്പോൾ കുറച്ച് ആമേനെയും ഒരു ആമേനെയും ഒരു സ്റ്റാർ ഫിഷിനെയും നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. പിന്നെ ഒരു വലയും 2 ശംഖും കൊണ്ടുവന്നിരുന്നു. പിന്നെ നീരാളി പോലത്തെ ഒരു പാവ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടി കൊണ്ടുവന്നതല്ല, വെള്ളത്തിൻ്റെ മേളിൽ വെക്കി നിങ്ങൾ തടിയിൽ എവിടെയെങ്കിലും വെക്കാമല്ലോ ഫോട്ടോ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് അതിനെയും കൊണ്ടുവന്നത്. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് കൈകൊണ്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബീച്ചിൽ പോയി ഞാൻ ഒരു 2-3 കക്ക കൂടി പെറുക്കിയെടുത്തിട്ടാ. നല്ല നല്ല വൈറ്റ് നല്ല നല്ല കക്കകളുണ്ടായിരുന്നു ഇത്തിരി. അതൊക്കെ പെറുക്കൊണ്ടുവന്ന് കരപ്പെ കൊണ്ടുവന്ന് വെച്ച് നിങ്ങളെ കാണിക്കാൻ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് ഓർത്തപ്പോഴേ അത് തെരയും കൊണ്ടുപോയി. അതന്നെ പെറുക്കി ഞാൻ എടുത്തായിരുന്നിട്ട്. പിന്നീട് ഇതുവാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കണുണ്ടായില്ല. എന്നാലും പിടിച്ചിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത്യാവശ്യം പാടുപെട്ടാ. അങ്ങനെ ആ ഭംഗി ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് ലെഫ്റ്റ് സൈഡിൽ ഈ ചേട്ടന്മാർ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ചൂണ്ടിടുന്നുണ്ടാകും. അവർ കുറേ നേരം അവിടെ നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു.
അവരവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ വന്നിട്ട് കാസ്റ്റ് ചെയ്തിട്ടാണ്. ഇവിടെ വന്ന് കാസ്റ്റ് ചെയ്തിട്ട് അവർക്കൊന്നും മീനൊന്നും അടിച്ചില്ല, നേരെ അവർ പോയി. അപ്പം ഞങ്ങൾ ആ സമയം കൊണ്ട് ഇതിനാണെങ്കിൽ ഉറക്കവും ഉണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നേച്ച്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ലേറ്റായി പോയി. ഞങ്ങൾ ഇതിലും നേരത്തെ എത്തണമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ നടന്നില്ല, കുറച്ച് ലേറ്റായിപ്പോയി. വെയിലൊക്കെ ഉണ്ടായിരുന്ന ഇതിനാണെങ്കിൽ ചൂടും കൊണ്ട് അവനെ പറ്റുന്നുണ്ടാവില്ല. കൂടെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത്. അവൻ കുഴപ്പമില്ലാണ്ട് 2-3 ഫോട്ടോസ് കിട്ടിയേട്ടാ. ഇതിലിരിക്കണുണ്ടായിരുന്നില്ല, ഭയങ്കര കരച്ചിലാണ്. കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നൊക്കെയാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത്. അത് കഴിഞ്ഞ് ഇതേപോലെ സെറ്റാക്കിയിട്ട് അവിടെ ബീച്ചിലിരുത്തി, ബീച്ചിൽ കിടത്തിയേട്ടാ. സോറി, അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പോകാൻ നേരത്താണ് ഞങ്ങൾ ഒരു ചേട്ടൻ വന്നിട്ട് വീശണ കണ്ടത്. ആ ചേട്ടന് 2-3 വട്ടം വീശിട്ട് വിടാം. അപ്പോൾ ചെറിയ മീനുകളായിരുന്നു ഉണ്ടായത്. അതായത് ഈ വലയുടെ കണ്ണില്ലേ, അതായത് ആ വലയുടെ ഹോളിൽ കൂടി ആ മീൻ ചാടിപ്പോവും, അതിനെ കിട്ടൂല വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ചേട്ടൻ ഈ ചെറിയ മീനുകൾ പിടിക്കാൻ വലിയ മീനുകൾ ഇടയിൽ വരും. അപ്പോൾ അതിനെ കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ ചേട്ടൻ വീശണം കേട്ടോ. 2-3 വട്ടം വീശണം. അപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്തേണ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. ഈ വല വീശി വിരിച്ചിങ്ങനെ ഇടുന്ന സ്ഥലത്തില്ലേ, അവിടെ നിന്ന് മീനുകൾ ചാടിപ്പോണ കാണാൻ പറ്റും. ചെറിയ നന്ദനല്ല, സോറി, കൊഴുവ പോലത്തെ മീനുകൾ ചാടിപ്പോണ കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിയത് ഈ വല വീശി ഇടുന്ന അവിടെ തന്നെ നോക്കിയത്, ഇവിടെ താഴേക്ക് മൊത്തത്തിലാണ്. ആ ചേട്ടൻ വെയിറ്റ് ചെയ്യണു, തേര് ഒന്ന് സെറ്റായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണുണ്ട്. ചേട്ടൻ വലയൊക്കെ റെഡിയാക്കിയത് ഇപ്പോൾ വീശോട്ടെ. വീശി വിരിഞ്ഞിങ്ങനെ വീണ സ്പോട്ടിൽ തന്നെ വെള്ളത്തിൽ ഈ വല വന്ന് പതിക്കുമ്പോൾ മീൻ ചാടിപ്പോണെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അല്ല, ചെറിയ ചെറിയ മീനുകൾ ചാടിപ്പോയണ്ട. നമ്മ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യണം. ഇതാണ് ഫോട്ടോസ്. ഇഷ്ടപ്പെട്ട ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.